ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ മുടിയിലുണ്ടാകുന്ന സ്പ്ലിറ്റൻസ് മാറ്റാനും പിന്നെ ഡ്രൈനെസ് മാറ്റാനും പിന്നെ മുടിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്ന ഒരു ജെല്ലാണിത്. ഈ ജെല്ല് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ഹെയർ പാക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു ഫ്ലാക്സ് സീഡ് കൊണ്ടാണ്. ഫ്ലാക്സ് സീഡ് എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ കുറേ തവണ യൂസ് ചെയ്തതാണ്. അപ്പം ഞാൻ ഇതുകൊണ്ട് സിറമൊക്കെ ഉണ്ടാക്കിയിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്ലാക്സ് സീഡ്. ഫ്ലാക്സ് സീഡ് ഇതിൻ്റെ മലയാളം വന്നിട്ട് ചണവിത്ത് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഏകദേശം ഒരു മുതിരയുടെയൊക്കെ ആ ഒരു രൂപമാണ്. ഇത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതൊക്കെയാണ്. നമ്മൾ ബയോട്ടിൻ പൗഡർ ഉണ്ടാക്കാനും പിന്നെ ഈ ഡയറ്റിൻ്റെ ഒരു പ്രോട്ടീൻ പൗഡറിൻ്റെ അകത്തൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഇത് ഉള്ളിലേക്ക് കഴിക്കാനും നല്ലതാണ്. ഇങ്ങനെ ഹെയർ കെയറിൽ ഒരു പാക്കുകളൊക്കെ ചെയ്യാനായിട്ടും ഇത് ഉപയോഗിക്കലുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ജെല്ല് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ, ഈ ഒരു രീതിയിലാണ്. ഫ്ലാക്സ് സീഡിന് വേറെ പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ചണവിത്ത് എന്നിങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജെല്ലുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ജെല്ലുണ്ടാക്കുന്നത് ഈ ഒരു സ്പൂണിന് ഒരു 2 സ്പൂണ് ഫ്ലാക്സ് സീഡ് മതിയാവും. എനിക്ക് മാത്രമായതുകൊണ്ട് ഇത്രയും മതിയാവും, 2 സ്പൂണ്. ആ ഒരു അളവിൽ നമ്മൾ ഉലുവയൊക്കെ എടുക്കത്തില്ലേ ജെല്ലെടുക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു അളവിൽ മതിയാവും. ഈ ഫ്ലാക്സ് സീഡിൻ്റെ കൂടെ നമുക്ക് ചെമ്പരത്തിപ്പൂവൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്തിട്ടും ജെല്ലൊക്കെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഫ്ലാക്സ് സീഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം 2 സ്പൂണും ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കഴുകാനായിട്ട് പോവുകയാണേ. ഫ്ലാക്സ് സീഡ് കഴുകുന്നൊന്നുമില്ല, പിന്നെ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ കഴുകുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഉലുവയും കരിഞ്ചീരയും ഒക്കെ മേടിച്ചാലും നമ്മൾ കഴുകിയാണല്ലോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലാക്സ് സീഡും കഴുകി എടുക്കുവാണ്. ഫ്ലാക്സ് സീഡ് കഴുകി ഉണക്കി വെക്കാമെന്ന് ചോദിച്ചാൽ കഴുകി ഉണക്കി വെക്കാം. പക്ഷേ നന്നായിട്ട് ഈർപ്പം, അതായത് ആ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പശപ്പ് ഇത് നനഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പശ പോലെ ജെല്ല് പോലെ പുറത്ത് വരും. അപ്പോൾ അത് നന്നായിട്ട് ഉണക്കി എടുത്ത് വെക്കാമെന്നുണ്ടെങ്കിൽ മാത്രമേ കഴുകി ഉണക്കി വെക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് മൊത്തം നാശമായി പോവും. അതുകൊണ്ട് അവർ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അതുപോലെ തന്നെ വെച്ചേക്കുന്നത്. അപ്പം ഉപയോഗിക്കാൻ എടുക്കുമ്പം കഴുകിയിട്ട് തന്നെ എടുക്കാനായിട്ട് നോക്കാം. ഞാനിവിടെ ഫ്ലാക്സ് സീഡ് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കുതിർക്കാനായിട്ടാണ് പോകുന്നത്. കുതിർത്താണ് നമ്മൾ ജെല്ലെടുക്കുന്നത്. അപ്പം ഇവിടെ ഈ ഒരു ഗ്ലാസ്, ഈ ഒരു കപ്പിന് 1 കപ്പ് വെള്ളം ഞാൻ കുതിർക്കാനായിട്ട് ഈ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ തലേദിവസം വെള്ളത്തിലിടുവാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ ഞാൻ തലേദിവസം വെള്ളത്തിലിടാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ ഇടാനായിട്ട് ഞാൻ രാവിലെ തന്നെ അതിരാവിലെ ഇട്ടിട്ടുണ്ട്. ഒരു 4 മണിക്കൂറൊക്കെ കുതിർത്താലും മതിയാവും എന്നല്ല, എത്ര നേരം കുതിർക്കുന്നു അത്ര എളുപ്പമായിട്ട് ജെല്ലെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സമയമില്ല, മറന്നു പോയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ എന്തിനാ ഇത്ര ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാനൊരു ഹെയർ കെയർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഒന്നുപോലും മിസ്സാവാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 4 മണിക്കൂറെങ്കിൽ 4 മണിക്കൂർ കുതിർത്തിട്ട് ഹെയർ പാക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി ഒരു 4 മണിക്കൂർ, അപ്പോൾ ഒരു 4 മണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മളിത് കുതിർക്കാനിട്ടിട്ട് ഒരു 4.5 മണിക്കൂറായി. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മൾ ഈ ഉലുവയൊക്കെ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ നമ്മൾ കുതിർന്ന് കഴിയുമ്പോൾ അതിനൊരു ജെല്ല് ഫോമിൽ വന്നിട്ട് അതെല്ലാം ഇങ്ങനെ ഒട്ടി ഇരിക്കത്തില്ലേ, ആ ഒരു
കണ്ടോ ആ ഒരു ഇതിലേക്ക് ആയിട്ടുണ്ട്. അതിങ്ങനെ ഒട്ടി ഒന്നിൻ്റെ മേലെ ഒട്ടി ഇരിക്കുകയാണ്. അത് ജെല്ലിങ്ങനെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് അതിരിക്കുന്നത്. വെള്ളം ഒരു കുറച്ച് കട്ടിയായിട്ടുണ്ടാവും, ഒരുപാടില്ല, 4 മണിക്കൂർ ആയതല്ലേ ഉള്ളൂ, അപ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വെള്ളത്തിനും കുറച്ച് നല്ല തണുപ്പാണ്. നമ്മൾ ഉലുവയുടെ ആ ഒരു സെയിം ഇത് തന്നെയാണ്, വെള്ളത്തിന് തണുപ്പായതുകൊണ്ട് നമ്മൾ ഈ വെള്ളം ഇങ്ങനെ തലയിൽ ഉപയോഗിക്കുന്നില്ല. പകരം നമ്മളിത് തിളപ്പിക്കാനായിട്ടാണ് പോകുന്നത്. തിളപ്പിക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ജെല്ല്, ഈ ഫ്ലാക്സ് സീഡും ഈ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് 1.5 കപ്പ് വെള്ളം ഇപ്പം മൊത്തം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കുക. തിളയ്ക്കുമ്പം അങ്ങനെ ഇട്ടിട്ട് പോകരുത്, നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. കാരണം ജെല്ലായതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കണം. 5 മിനിറ്റ് തിളപ്പിച്ചിട്ട് കാണിച്ചു തരാമേ. അങ്ങനെ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചു. 5 മിനിറ്റ് തിളപ്പിച്ചപ്പോൾ നന്നായിട്ട് ജെല്ല് പോലെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഫോമിലാണ് വേണ്ടത്. ഈ ഒരു ഫോം എന്നല്ല, ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഇത് നല്ല ജെല്ലായിട്ട് നല്ല കട്ടിയിൽ വരും. അപ്പോൾ അത്രയും നോക്കി നിൽക്കാതെ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങാം. വാങ്ങിയിട്ട് ഈ ഒരു ഫോമിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്റ്റീലിൻ്റെ അരിപ്പയിൽ ഇത് അരിച്ചെടുക്കുക. അല്ലാന്നുണ്ട് കുറച്ചുകൂടെ കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കുക. തണുത്തതിന് ശേഷം എടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു രീതിയിൽ എടുക്കണമെങ്കിൽ ഒന്നുകിൽ തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഇങ്ങനെ എന്താ പറയുക, തണുക്കുന്നതിനനുസരിച്ച് ഇതിന് ഇങ്ങനെ കട്ടി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം ഏത് ഫോമിലാണോ വേണ്ടത് ആ ഫോമിലാവുമ്പോഴത്തേക്ക് അത് അരിച്ചെടുക്കാനായിട്ട് നോക്കുക. എനിക്ക് കുറച്ച് ജെല്ല് കുറച്ച് കട്ടിയിലിരിക്കുന്നതാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ തണുക്കാൻ വെച്ചു. ആ ഒരു സമയം കൊണ്ട് എണ്ണ തേക്കാനായിട്ട് പോവാണ്. കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. ഫ്ലാക്സ് സീഡ് ആയതുകൊണ്ട് ഡ്രൈ ആക്കുകയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഒരു അല്പം എണ്ണ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മുടിയിൽ തേക്കാം. ആ ഒരു സമയം കൊണ്ട് ജെല്ല് നന്നായിട്ട് തണുക്കും. എന്നിട്ട് നമുക്ക് അത് അരിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ എണ്ണ തേക്കട്ടെ. എണ്ണ തേച്ചിട്ട് ജെല്ല് പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇത്ര എണ്ണ എടുത്തത് ഞാൻ സ്കാൽപ്പിൽ മാത്രമേ എണ്ണ തേക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഞാനിത് ജെല്ലാക്കി തണുക്കാൻ വെച്ചത് കുറച്ച് ഏറെ തണുത്ത് പോയി. എങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ജെല്ലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളമായി ഞാനിതിങ്ങനെ തണുക്കാനായിട്ട് വെച്ചിട്ട്. അപ്പോൾ നല്ല ജെല്ല് ഫോമിലായിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് അരിപ്പയിൽ അരിച്ചെടുക്കാനായിട്ട് പറ്റില്ല, ഒരു വെള്ള തുണിയിൽ അരിച്ചെടുക്കണം, എന്നാലേ ഈ ജെല്ല് നന്നായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒരു തുണിയിൽ അരിച്ചെടുക്കാതെ. അങ്ങനെ ഞാൻ ജെല്ല് ഒരു തുണിയിൽ അരിച്ച് നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു ജെൽ ഫോമിൽ കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയാണ്. അപ്പം ഈ ഒരു രീതിയിൽ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് തേക്കാൻ എളുപ്പമായിരിക്കും. ഇനി ഈ ജെല്ല് നമുക്ക് സ്കാൽപ്പിലും മുടിയിലും നന്നായിട്ട് തേച്ച് കൊടുക്കണം. തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ തണുപ്പുണ്ടാവും. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ മിനിമം ഈ ജെല്ല് തലയിൽ അങ്ങനെ വയ്ക്കണം. എന്നാലാണ് നമുക്കതിൻ്റെ ഒരു ഗുണം മൊത്തമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്, ഇപ്പോൾ തീരെ പറ്റാത്തവർക്ക് അത്രയും സമയം വെക്കണമെന്ന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം അതിനനുസരിച്ച് തലയിൽ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ മതിയാവും. അതിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല, ചെറിയൊരു ഫ്ലാക്സിൻ്റെ ഒരു മണമുണ്ട്. അത് വലിയ ബാഡ് സ്മെല്ലൊന്നുമല്ല, അതുകൊണ്ട് തടിയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. വെറുതെ വെള്ളത്തിൽ നന്നായിട്ട് തന്നെ കഴുകിയെടുത്താൽ മതിയാവും.
അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മുടെ ജെല്ലിൻ്റെ പ്രിപ്പറേഷനും അത് അപ്ലൈ ചെയ്യേണ്ട രീതിയും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെന്താ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.